എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സാഹസ്രം 302-ാമത്തെ ദിവസം. നമ്മൾ ഇന്ന് 29-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് എന്നാണ് നാരായണീയത്തിൽ പറയുന്നത്. നാരദ മഹർഷി കൈലാസത്തിൽ ചെന്ന് ഭഗവാന്റെ മോഹിനി അവതാരത്തെക്കുറിച്ച് പറയുന്നതും ശങ്കരമോഹനം ഭാഗവതത്തിൽ പറയുന്ന കഥ ശങ്കരമോഹനം എന്ന കഥയാണ് ഇനി 3 ശ്ലോകങ്ങളിലായിട്ട് ഈ 29-ാമത്തെ ദശകം പറഞ്ഞ് നാരായണ ഭട്ടതിരി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം 30-ാമത്തെ ദശകം ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധ കഥകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എങ്കിലും വാമനാവതാര ചരിതത്തിലേക്കൊക്കെ നമ്മളിതാ എത്തിച്ചേരുകയാണ്. നമുക്ക് ഈ മഹത് തത്വം, അഹം തത്വം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ മഹത്തത്വത്തെക്കുറിച്ചും ഈ മഹർലോകം എങ്ങനെയാണെന്നും മഹർഷിമാർ ആരൊക്കെയാണെന്നും മഹാകർത്തൃത്വവും അതുപോലെ തന്നെ മഹാകുല പ്രസ്തുതൻ ആരൊക്കെയാണെന്നുമൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ പാരായണത്തിലേക്ക് കടക്കാം. മഹത്തത്വം എല്ലാറ്റിനും കാരണവും സ്വയം നിഷ്കാരണവും അപ്രമേയവും അചിന്ത്യവുമായ ബ്രഹ്മചൈതന്യത്തിൽ നിന്ന് ഇച്ഛാമാത്രം കൊണ്ട് ഇച്ഛാസ്വരൂപിണിയായ പ്രകൃതി ഉണ്ടാവുന്നു. നിർമ്മല ബ്രഹ്മചൈതന്യവും ഗുണാത്മികമായ പ്രകൃതിയും കൂടിച്ചേർന്ന് സമ്മേളനത്തിൽ നിന്ന് മറ്റൊരു പരിണാമം ഉണ്ടാവുന്നു. അതാണ് മഹത്തത്വം. എല്ലാ ജീവന്മാരുടെയും ഉൽപ്പത്തിക്കും ജനന മരണങ്ങൾക്കും കാരണമായ അനന്തകോടി കർമ്മബീജങ്ങളും വസ്തുക്കളുടെ ഉൽപ്പത്തിക്ക് കാരണമായ ധാതുക്കളുടെയും ബീജങ്ങളുടെയും പ്രസ്തുത മഹത്തത്വത്തിൽ അത്യന്ത സൂക്ഷ്മാകാരണ ഒതുങ്ങിയിരിക്കുന്നു. സന്ദർഭം വരുമ്പോൾ അവയെ ഓരോന്നും അങ്കുരാകാരേണ പൊട്ടിപ്പുറപ്പെട്ട് വികസിക്കുവാൻ തയ്യാറാവുന്നു. ഇനി മഹർലോകം കൃതകങ്ങളുടെയും അകൃതങ്ങളുടെയും മധ്യത്തിലാണ് മഹർലോകം. അത് കർമ്മജ്ഞാനങ്ങൾ രണ്ടിൻ്റെയും തുല്യ ഭുക്തിക്കുള്ളതാണെന്ന് പറഞ്ഞു വരുന്നു. ഇനി മഹർഷിമാരാരൊക്കെയാണ്, അവരുടെ പേരുകളൊക്കെ ഒന്ന് പറയാം, ശ്രദ്ധിച്ച് ഇരിക്കുക. അഗസ്ത്യൻ, അത്രി, അഥർവൻ, അനലൻ, അനസൂയാദേവി, അനിലൻ, അന്തരീക്ഷൻ, അവാന്തരതമസ്, അശ്വതൻ, അഷ്ടാവക്രൻ, അഹസ്, ആർട്ടിഷേണൻ, ആശ്വാലായനൻ, ആസുരി, ആസ്തികൻ, ഉദധ്യൻ, ഉത്തങ്കൻ, ഉദ്ദാളൻ, ഉപമന്യു, ഋഷ്യശൃംഗൻ, ഏകാദശരുദ്രന്മാർ, അങ്കിരസ്, കണിഗർഗൻ, കണ്വൻ, കത്യൻ, കപിലൻ, കവി, കശ്യപൻ, കഹോടൻ, കഹോലൻ, കാലകവൃഷിയൻ, ക്രതു, ഗർഗൻ, ഗൗതമൻ, ചണ്ഡകൗശികൻ, ചന്ദ്രമസ്, ച്യവനൻ, ജമദഗ്നി, ജരൽക്കാരു, ജൈഗീഷവ്യൻ, ജൈമിനി, ദത്താത്രേയൻ, ദധീജി, ദമനൻ, ദാൽഭ്യൻ, ദുർവാസസ്, ദേവലൻ, ദ്രുമദൻ, ധരൻ, സൗമ്യൻ, ധ്രുവൻ, നരൻ, നാരദൻ, നാരായണൻ, പഞ്ചശിഖൻ, പരശുരാമൻ, പരാശരൻ, പവനൻ, പർവതൻ, പിപ്പലാടൻ, പുലസ്ത്യൻ, പൈലൻ, പ്രത്യുഷൻ, പ്രമതി, ബകൻ, ബാലധി, ബൃഹദാൽഭ്യൻ, ബൃഹദശ്വൻ, ബൃഹസ്പതി, ഭരദ്വാജൻ, ഭൃഗു, മങ്കണൻ, മതംഗൻ, മരീചി, മാർക്കണ്ഡേയൻ, മണ്ഡൂകേയൻ, മൈത്രേയൻ, യവക്രീതൻ, യാജ്ഞവൽക്യൻ, തരു, രൈക്വൻ, രൈഭ്യൻ,
വസിഷ്ഠൻ, വാമദേവൻ, വാലഖില്യന്മാർ, വിഭാണ്ഡകൻ, വിഭാവസു, വിശ്വാമിത്രൻ, വിശ്രവസ്, വൃഷപർവാവ്, വേദൻ, വേദവ്യാസൻ, വൈശമ്പായനൻ, ശക്തി, ഷണ്ടാമർക്കന്മാർ, ശബരി, ശരദ്വാരൻ, ശരഭംഗൻ, ശമീകൻ, ശുകൻ, ശുക്രൻ, ശുനകൻ, ശൃംഗി, ശൗനകൻ, ശ്രുതസ്രവസ്, ശ്വേതകേതു, ശ്വേതാശ്വരൻ, സനകാദികൾ, സനൽകുമാരൻ, സനൽ സുജാതൻ, സനന്ദൻ, സനാതനൻ, സാരസ്വതൻ, സുതീക്ഷ്ണ, സുപ്രതീകൻ, സുമന്തു, സോമൻ, സോമശ്രവസ്, സൗഭരി, സ്ഥാണു, സ്ഥൂലകേശൻ, സ്യൂമലക്ഷ്മി, ഹരി. അങ്ങനെ ഇനിയും ഇഷ്ടംപോലെ മഹർഷിമാരുടെ പേരുണ്ട്. അതിനി നമുക്ക് വരുന്ന സമയങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. ഇനി മഹാകർത്തൃത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ലതെന്നോ ചീത്തയെന്നോ ധർമ്മമെന്നോ അധർമ്മമെന്നോ കർത്തവ്യമെന്നോ അകർത്തവ്യമെന്നോ ഉള്ള യാതൊരു ചിന്തയും കൂടാതെ, രാഗദ്വേഷങ്ങളോ മതമത്സരങ്ങളോ കൂടാതെ, സുഖദുഃഖങ്ങളെയോ പുണ്യപാപങ്ങളെയോ അറിയാതെ അപ്പോഴപ്പോൾ വന്നു ചേരുന്നതിനെ ചെയ്യുന്നതാണ് മഹാകർത്തൃത്വം. ഒന്നിനെയും അന്വേഷിച്ചു പോവാതെയും വന്നു ചേർന്ന ഒന്നിനെയും അകറ്റിക്കളയാതെയും ഒന്നിലും ചിന്തയോ ഉദ്വേഗമോ സുഖഭാവമോ കൂടാതെയും ആര് വന്നു ചേർന്നതിനെ മാത്രം അപ്പപ്പോൾ ചെയ്തു തീർക്കുന്നുവോ അവൻ മഹാകർത്താവാണ്. ഇനി മഹാകാലപ്രസ്തുതൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്ക് നോക്കാം. തപസ്, മനസ്സിൻ്റെ നിയന്ത്രണം, സ്വാധ്യായം, യജ്ഞാചരണങ്ങൾ, മറ്റു പുണ്യകർമ്മങ്ങൾ, ഗാർഹസ്ഥ്യം, അന്നദാനം എന്നീ 7 ഗുണങ്ങളും ആരിൽ വേണ്ട പോലെ ശോഭിക്കുന്നുവോ അവൻ തന്നെ മഹാകുലപ്രസ്തുതൻ. നല്ല പാരമ്പര്യത്തിൽ നല്ല സംസ്കാരത്തോടുകൂടി ജനിച്ചവർക്കല്ലാതെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ത്യാഗപൂർവ്വം നിലനിർത്താൻ സാധിക്കുന്നില്ലെന്നർത്ഥം. എന്നാൽ പറയപ്പെട്ട ഗുണങ്ങളൊന്നുമില്ലാത്ത പ്രാകൃതന്മാരും ചിലപ്പോൾ നല്ല കുടുംബത്തിൽ ജനിക്കാറില്ലെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ അത്രമാത്രം കൊണ്ട് അങ്ങനെയുള്ളവരെ മഹാകുലപ്രസ്തുതന്മാരെന്ന് പറയാറില്ല. അവർ തങ്ങളുടെ വംശത്തിന് കളങ്കം വരുത്തിയവരാണെന്ന് പറയണം. തൻ്റെ ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും വംശത്തിന് കളങ്കമില്ലാതിരിക്കുകയെങ്കിലും വേണം. യശസ്സുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോട്ടെ, ദുഷ്കീർത്തി ഉണ്ടാക്കാതിരിക്കുകയെങ്കിലും വേണം. അതുപോലെ ധർമ്മത്തെ ആചരിക്കുന്നവരാവണം. എന്നാൽ തന്നെ ധർമാചരണം തനിക്കോ മറ്റുള്ളവർക്കോ ഉപദ്രവമില്ലാതായിരിക്കുകയും വേണം. അങ്ങനെയുള്ളവരെയും മഹാകുല പ്രസ്തുതന്മാരെന്ന് പറയാം. അപ്പോൾ മഹർഷിമാരെക്കുറിച്ചും മഹാകുല പ്രസ്തുതൻ ആരാണെന്നും അതുപോലെ തന്നെ മഹത്തത്വത്തെക്കുറിച്ചുമൊക്കെ നമ്മളിതാ പറഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ പാരായണത്തിലേക്ക് കടക്കാം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭൂതനാദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുഭ്യോ നമഃ. നമ്മളിതാ 29ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. യോഷാവപുർധനുജ മോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശ ഭൂതേ സമം ഗിരിജയാ ച ഗതഃ പദം തേ സ്തുത്വാ ബ്രവീദഭിമതം ത്വമധോതിരോധാഃ. യോഷാവപുർധനുജ മോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനതു കുതൂഹലവാൻ മഹേശ
ഭൂതൈഃ സമം ഗിരിജയാ च गतः पदं ते സ്തുത്വാ ബ്രവീദഭിമതം ത്വമധോതിരോധാഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആ മഹാദേവൻ വൈകുണ്ഠത്തിലെത്തി തൻ്റെ മോഹിനി അവതാരത്തെക്കുറിച്ച് കാണണം എന്നൊരഭിപ്രായം വന്ന് പറയുന്ന രംഗങ്ങളൊക്കെയാണ് നമ്മളിതാ പാരായണം ചെയ്തത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ കൂടുതൽ സജ്ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി ഇത് വാട്സപ്പ് മുഖേനയോ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, പേജുകളുണ്ട്, അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. അത് മുഖേനയൊക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് സജ്ജനങ്ങളിലേക്ക് എത്തിക്കാം. ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുകൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുനാഥന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയും എല്ലാവരുടെയും ഒക്കെ ഭഗവതിയുടെയൊക്കെ അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെയൊക്കെ അനുഗ്രഹം എന്നുമെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും തന്ന് എല്ലാ ഈശ്വരന്മാരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ ഗുരുവന്ദം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. ഇന്നലെ 7-ാം ശ്ലോകത്തോടുകൂടി പാലാഴിമഥനം അവിടെ സമർപ്പിച്ചു. ഞാൻ ഇന്നലെ പറയലുണ്ടായി, ഒരു അഡീഷണൽ കഥ അവിടെ പറയുന്നുണ്ട്. അത് 12-ാമത്തെ അധ്യായത്തിലാണ്, അഷ്ടമസ്കന്ധത്തിൽ ഭാഗവത്തിൽ സൂചിപ്പിക്കുന്നത്. അത് അഡീഷണൽ, അത് വേറൊരു സെപ്പറേറ്റ് കഥയല്ലേ എന്ന് വെച്ചാൽ അഡീഷണലാണ്. വൃഷധ്വജോ നിശമ്യേതും യോഷിദ്രൂപേണ ദാനവാൻ മോഹയിത്വാതു എന്നിങ്ങനെ ആണ് ശ്രീശുക ബ്രഹ്മർഷി ആരംഭിക്കുന്നത്. വൃഷധ്വജ എന്ന് വെച്ചാൽ വൃഷഭാരൂഢൻ മഹാദേവൻ. നിശമ്യേതും യോഷിദ്രൂപേണ ദാനവാൻ, അങ്ങനെ മോഹയിത്വാതു ഗിരീശം എന്ന് വേറെ ദിക്കിൽ പറയും. ഭഗവാനെ, മഹാദേവനെ മോഹിപ്പിക്കണമെങ്കിൽ ഒറ്റാൾക്കേ സാധിക്കുള്ളൂ, അത് സാക്ഷാൽ ഭഗവാന്. അത് 2-3 ദിക്കിൽ ഭഗവാൻ ശരിക്കും മോഹിപ്പിച്ചിട്ടുണ്ട് മഹാദേവനെ. അതിലൊരു ദിക്കാണ് ഈ ശങ്കരമോഹനം കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ ശങ്കരമോഹനം എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. ശങ്കരനും മോഹിനിയും ചേർന്നുള്ള കഥ എന്നും, ശങ്കരനും മോഹനനും ചേർന്നിട്ടുള്ള കഥ എന്നും, ശങ്കരൻ്റെ മോഹനമായ കഥ എന്നൊക്കെ പറയാം. അത് ഭാഗവത്തിലൊരു അധ്യായത്തിൽ പറയണത് ഇവിടെ 3 ശ്ലോകത്തിൽ, ഇനിയുള്ള 3 ശ്ലോകത്തിൽ ചുരുക്കി പറയാണ് ഭട്ടതിരിപ്പാട്. അത് മറ്റൊന്നല്ല, ഈ വലിയ വലിയ വിശേഷങ്ങളോ വലിയ വലിയ വിസ്മയങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്യം കൊണ്ട് അങ്ങനെ മോഹിക്കില്ല എല്ലാവരും. പക്ഷെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അത് അനുഭവിച്ച ഒരാൾ വന്ന് അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതിങ്ങനെയാണ് അതിൻ്റെ സംഗതി, ഇതാണത് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു മോഹം വരും. നിശമ്യേതും, ഭഗവാൻ ഇത് കേട്ടു എന്നാണ്, മഹാദേവൻ ഇത് കേട്ടു, നാരദനിൽ നിന്നാണ് ഇത് കേട്ടത്. അതായത് അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീയായിട്ട് മഹാപൗരുഷം ഉള്ള വ്യക്തിത്വമുള്ള അസുരന്മാരെ പോലും മോഹിപ്പിക്കലുണ്ടായി ഭഗവാൻ എന്ന് നാരദനിൽ നിന്ന് കേട്ടപ്പോഴാണ് ശങ്കയുണ്ടായത് ശങ്കരന്. അതായത് ഇനിയൊന്ന് കേൾക്കണം എന്ന്
കാണണം എന്ന് തോന്നി മഹാദേവന്. അപ്പം ആ ആഗ്രഹം എന്താ പറയുക, നിർമ്മാണം എന്ന് പറയാം നമുക്ക്. ആഗ്രഹപ്രചോദനമാണ് ഗുരുനാഥൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. വലിയ വലിയ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമം. നമ്മളുടെ പൂർവ്വ പ്രധാനമന്ത്രി മാനനീയ അടൽ ബിഹാരി വാജ്പേയിജി, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഭൗതികത വികസിച്ച്, ടെക്നോളജി വികസിച്ച് മനുഷ്യൻ ചന്ദ്രനിലും എത്തി. ചന്ദ്രനിൽ പറവയെ പോലെയും വെള്ളത്തിൽ മത്സ്യത്തെ പോലെയും സഞ്ചരിക്കാൻ മനുഷ്യൻ പഠിച്ചു. ഭൂമിയിൽ ഒരു ഇൻസാൻ, സാധാരണ ഒരു ജീവിയായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യൻ ഇതേവരെ മനസ്സിലായിട്ടില്ല എന്നാണ്. അത് എവിടുന്നാണ് ആ അവസ്ഥ ഉണ്ടാവുക, ആ വിദ്യാഭ്യാസം എവിടുന്നാണ് ഉണ്ടാവുന്നത്? വിജ്ഞാനത്തിൽ നിന്ന് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം ഈ ഗുരുനാഥൻ എന്നുള്ള അവസ്ഥ വരുന്നത് വിജ്ഞാനം നേടിക്കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഗുരുനാഥൻ എന്നുള്ളത് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഗുരുത്വം മഹാദേവന് വരെ നാരദൻ്റെ കിട്ടിയിട്ടുണ്ടെന്നർത്ഥം. നാരദൻ്റെ ശിഷ്യഭാവത്തിൽ പലപ്പോഴും മഹാദേവൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു മോഹിനി രൂപം, ഭഗവാന്റെ വിശേഷപ്പെട്ട അവതാര രൂപം ഉണ്ടായിട്ട് അദ്ദേഹത്തിനൊന്ന് കാണിച്ചേക്കാം. കാരണം നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, സജ്ജനങ്ങൾ ഭഗവാന്റെ വിശേഷപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ വൃന്ദാവനത്തിൽ പോയവർ വന്ന് കേൾക്കും. അവർ പറയുന്നു, അവിടെ നിന്ന് പോകേണ്ട സ്ഥലമാണ്, ഇന്ന സ്ഥലത്ത് അതിഗംഭീര അനുഭവമാണ് എന്ന് പറയുമ്പോൾ അവരെന്തിനാ പറയണത്? അവർ പോയി എന്നുള്ള മേനി പറയാനല്ല. ഇത് കേൾക്കുന്നവർക്കൊരു പ്രചോദനം ഉണ്ടാവണം, അവർക്ക് ആ അനുഗ്രഹം സിദ്ധിക്കണം. കാശി പോയാലും എവിടെ പോയാലും, അയോധ്യയിൽ പോയാലും, വൈഷ്ണോദേവിയിൽ പോയാലും, ബദ്രിയിൽ പോയാലും എല്ലാം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് മുഴുവൻ മേനി ചമയാനല്ല, മറിച്ച് അവർക്ക് ആ അനുഗ്രഹം സിദ്ധിക്കണം എന്നൊരു വിചാരത്തോടു കൂടി പറയുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു വൈകുണ്ഠനാഥൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് മഹാദേവൻ. അംശജനാണ്. പക്ഷെ അദ്ദേഹം വിഷം കഴിച്ചിട്ട് പോരുണ്ടായത്. പിന്നീടുള്ള ഒരു ലീലകളും അദ്ദേഹം കാണാൻ നിൽക്കുകയോ, കാരണം അദ്ദേഹത്തിന് ധ്യാനത്തിന് സമയമായി ഇത്തരം ഭൗതിക വിഷയങ്ങളിൽ ചെന്ന് ഇടപെടാറില്ല. അതൊക്കെ ഭഗവാന്റെ ഡ്യൂട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് മഹാദേവൻ. പക്ഷെ അങ്ങനെയൊരു പ്രചോദനം ഉണ്ടാക്കി. വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് സുന്ദരനായിട്ടുള്ള ഭഗവാൻ മാറിക്കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? അങ്ങനെയാണ് മഹാദേവന് ചിന്തയുണ്ടായത്. സ്വതവേ തന്നെ പീതാംബരധാരിയായിട്ടുള്ള ഭഗവാനെ പുരുഷന്മാർ പോലും നരലോക മനോഭിരാമം എന്ന് രുക്മിണിദേവി പറയുന്നുണ്ട് ഭഗവാനെക്കുറിച്ച്. പുരുഷന്മാർ തന്നെ ഭഗവാനെ കണ്ടാൽ ചിലപ്പോൾ മോഹിച്ചു പോകും. എന്നിരിക്കെ ഈ അസുരന്മാരെ മോഹിപ്പിക്കാൻ തക്കവണ്ണം അതേ ഭഗവാൻ സ്ത്രീയായിട്ട് മാറിയാലോ? നമ്മൾ കോമഡിയായിട്ട് പറയാറുണ്ട്, ഈ അമ്മയുടെ ഛായയുള്ള ആൺകുട്ടികൾ നല്ല സുന്ദരന്മാരായിരിക്കും, അച്ഛൻ്റെ ഛായയുള്ള പെൺകുട്ടികൾ സുന്ദരിമാരുമായിരിക്കും. ഒരു പൊതുവെയുള്ള ഒരു ലോജിക്കാണ്. അത് ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഘട്ടത്തിൽ പറയലുണ്ടായി, ദുർഗയാണ് പൗരുഷത്തിൻ്റെ ഭാവം. അപ്പോൾ ആ ദുർഗാത്വം തികഞ്ഞ് നിൽക്കണമെങ്കിൽ, അതായത് ക്യാരക്ടറിൽ അതുണ്ടാവണമെങ്കിൽ ഒരു പുരുഷനായേ മതിയാവൂ. അതുകൊണ്ടാണ് ആ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ കാരണം. സുന്ദരന്മാർ പെൺവേഷം കിട്ടിയാൽ എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു യുക്തി ഉപയോഗിച്ചിട്ടാണ് മഹാദേവനും ചിന്തിച്ചത്. അതിസുന്ദരനായിട്ടുള്ള ഭുവനസുന്ദരനായിട്ടുള്ള ഭഗവാൻ ഞങ്ങളെപ്പോലെയുള്ള ദേവന്മാർക്ക് പോലും അസൂയ ഉണ്ടാക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ഭഗവാൻ, ആ ഭഗവാൻ ഒരു സ്ത്രീവേഷം കെട്ടിയാൽ എങ്ങനെയിരിക്കും? വൃഷമാരുഹ്യ ഗിരിശ സർവഭൂതഗണൈർവൃതഃ
ഉടനെ തന്നെ തൻ്റെ വണ്ടി വിളിച്ചു. തൻ്റെ ഭഗവാന്റെ വണ്ടി കാളപ്പുറത്തേറി ദേവിയോടൊപ്പം ഭഗവാൻ എഴുന്നള്ളി. എവിടേക്ക്? വൈകുണ്ഠ ലോകത്തിലേക്ക്. അതായത് ഇപ്പോൾ ബന്ധുവീടിലോ കസിൻ്റെ വീടിലോ ഒക്കെ നമ്മൾ പോകാറുണ്ടല്ലോ, ഫാമിലിയായിട്ട് വല്ല വിശേഷങ്ങളുണ്ടെങ്കിൽ. പാർവതീദേവി ചോദിക്കുകയും ചെയ്തു, അത്ര ഇപ്പം എന്താ ഒരു സ്പെഷ്യൽ വിശേഷം? കുറച്ച് ദിവസം മുമ്പല്ലേ എവിടെ പോയി വിഷം കഴിച്ചു വന്നത്? പാലാഴി തീരത്ത് പോയിട്ട്. പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഈ പെൺവേഷം കാണാനാന്ന് പറഞ്ഞാൽ പാർവതി ഒട്ടും സമ്മതിക്കില്ല. കൊണ്ടുപോയില്ലെങ്കിൽ സംശയവും വരും. അപ്പം അതുകൊണ്ട് ടാക്റ്റിക്കലി കുടുംബത്തെ മുഴുവൻ കൂട്ടി ഭഗവാൻ വൈകുണ്ഠനാഥൻ്റെ അടുത്തെത്തി എന്നാണ്. കാരണം സംഗതി പഴയ ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരു വേഷം കെട്ടി നൃത്തമാടുന്നതും ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വേഷം കെട്ടി അതേ ഭാവം അവതരിപ്പിക്കുന്നതും നല്ല വ്യത്യാസം വരും. പല ഡാൻസ് കാരന്മാരും അടിയനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ക്യാമറ മുമ്പിൽ വെച്ചിട്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കുന്നത്, അങ്ങനെയുള്ള ഒരു വിഷയവും ഒരു വേദിയുടെ മുമ്പിൽ, ഒരു വേദിയിൽ എല്ലാം മറന്ന് സർവാർപ്പണം ചെയ്ത് നൃത്തം ചെയ്യുന്നതും നല്ല വ്യത്യാസമുണ്ടെന്ന് അവർ പറയാറുണ്ട്. അപ്പം മഹാദേവനറിയാം അവിടെ അസുരന്മാരെ കലഹിപ്പിക്കാൻ അത് അവിടെ ആടിയ ആ ഒറിജിനാലിറ്റി ചിലപ്പോൾ അവിടെ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് മഹാദേവനറിയാം. കാരണം അത് പ്രതീക്ഷിക്കാൻ വയ്യ. എങ്കിലും വേഷം കാണാലോ. ആലോചിക്കൂ, പത്മശ്രീ സുബ്രഹ്മണ്യമായാലും ഇനി ആരായാലും, കവിത ദ്വിവേദി ആയാലും ഈ വേഷമൊന്നുമില്ല, ചുമ്മാ ഡാൻസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഇപ്പം നമുക്ക് തോന്നും, അയ്യേ ഇവരെയാണോ നമ്മൾ സ്റ്റേജിൽ നേരത്തെ കണ്ടത് തോന്നും പലരെയും കണ്ടാൽ. അവർ സർവാലങ്കാര വിഭൂഷിതയായി എല്ലാ ആഭരണ ആടകളോടും കൂടി നിൽക്കുമ്പോഴാണ് അവരാ ഭാവമായിട്ട് മാറണതും അവരാ കഥാപാത്രമായിട്ട് മാറണതും ആ സൗന്ദര്യം ജനങ്ങൾ ആസ്വദിക്കുന്നത്. മേക്കപ്പൊക്കെ കഴിച്ച് ക്യാമറാമാൻ വന്ന് ഓൺ ചെയ്തിട്ട് അതിലെ കുറച്ച് ടിപ്സ് ഞങ്ങൾക്കൊന്ന് തരുമോ എന്ന് ചോദിച്ച് പ്രസൻറ്റേഷൻ നടത്തി എന്നിട്ട് ഡാൻസ് ചെയ്യണതും തമ്മിലുള്ള വ്യത്യാസത്തിനുണ്ട്. ഇന്ന മുദ്ര കൊണ്ട് ഇന്നതാണ് കാണിക്കണത് എന്നും പറഞ്ഞാൽ ആ മുദ്രയ്ക്ക് അധിഷ്ഠിതമായിട്ടുള്ള 1-2 പദങ്ങളൊക്കെ ആടി കാണിക്കുമ്പോൾ എവിടെ ഒറിജിനാലിറ്റി വരണം? ഇതുപോലെ തന്നെയാണ് ഭഗവാനെക്കുറിച്ച് മഹാദേവൻ ചിന്തിച്ചത്. കാരണം പ്രതീക്ഷിക്കാൻ വയ്യ, ആ ഒറിജിനാലിറ്റി എന്തായാലും പ്രതീക്ഷിക്കാൻ വയ്യ. അവിടെ ചെന്ന് പറഞ്ഞു ഭഗവാനോട്. ഭഗവാനെ ആദ്യം ചെന്ന് സ്തുതിച്ചു. ഭഗവാനെ കാണുമ്പോൾ സ്തുതിക്കുക എന്നുള്ളതൊരു ഉപചാരമാണ്. അപ്പോൾ ആദ്യം ചെന്ന് സ്തുതിച്ചു. ദേവദേവേശ യോഗേശ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു. ദേവ ജഗദ്വ്യാപിൻ ജഗദീശ ജഗന്മയ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തി ഭഗവാനോട് പറഞ്ഞു, എനിക്ക് ആ വേഷം കാണണം എന്ന് പറഞ്ഞു. നോക്കട്ടെ, പഴയ ഭാവം വന്നില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. യോഷാവപുർ ധനുജമോഹനമാഹിതം തേ ആഹിതം ധനുജമോഹനം യോഷാവപു. യോഷിത് ഒക്കെ സ്ത്രീ എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. പല സാഹചര്യം അനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും. യോഷാവപു എന്നുള്ളത് സ്ത്രീ ശരീരം. ധനുജമോഹനമാഹിതം തേ, ധനുജന്മാരെ മോഹിപ്പിക്കാൻ വേണ്ടി ആഹിതം എടുത്ത, സ്വീകരിച്ച, അവിടുത്തെ ശ്രുത്വാവിലോകന കുതൂഹലവാൻ മഹേശ, അതിനെക്കുറിച്ച് കേട്ട് ആ ധനുജമോഹനം തേ യോഷാവപു ശ്രുത്വ, അതിനെക്കുറിച്ച് കേട്ട മഹേശൻ വിലോകന കുതൂഹലവാൻ, വിലോകനം ചെയ്യാൻ, നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള കൗതുകം കാരണം ഗിരീശൻ അല്ലെങ്കിൽ ഗിരീശൻ അദ്ദേഹം എന്തു ചെയ്തു?
ഭൂതൈ സമം ഗിരിജയാ ച ഗത പദം തേ. ഭൂതഗണങ്ങളും ഗിരിജ മഹാദേവിയും ഒരുമിച്ച് തേ പദം ഗത പദം തേ, അവിടുത്തെ പദത്തിലേക്ക് ചെന്നവനായി, പോയവനായി. ആഗത എന്നല്ലേ പറയേണ്ടത്. ഗുരുവായൂരപ്പനുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള സംഭാഷണമാണല്ലോ നാരായണീയം. അപ്പം അവിടുത്തെ പദത്തിലേക്ക് വന്നു എന്നല്ലേ പറയേണ്ടത്. ഇതെന്താ ഗത എന്ന് പറഞ്ഞേക്കണത്, പോയി എന്ന് പറയണത് എന്നാണെങ്കിൽ ഇത് യുഗങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു കഥയാണ്. ഗുരുവായൂരപ്പനും പാലാഴിനാഥനും ഒന്നാണെങ്കിലും ഈ സംഭവം ഉണ്ടായത് പാലാഴിയിലാണ്. അതുകൊണ്ട് മഹാദേവൻ കുടുംബസമേതം ഭൂതസമേതം അവിടേക്ക് പോയി എന്നാണ്. ചില ദിക്കിൽ നിങ്ങൾക്ക് കാണാം ഭട്ടതിരിപ്പാട് പറയണത് വന്നു എന്നായിട്ട് കാണാം. ഇവിടെ ഗത എന്നാ പ്രയോഗിച്ചത്, ആഗത എന്നാ വേണ്ടത് തോന്നും നമുക്ക്. അപ്പം എന്താ ഈ ഗത എന്നുള്ള പ്രയോഗം? അതായത് ഗുരുവായൂർ സംഗതി ഒരേ ആളാണെങ്കിലും രണ്ട് രൂപത്തിൽ, നാട്ടിലും ചെന്നൈയിലും, നാട്ടിലും മുംബൈയിലും, നാട്ടിലും ഡൽഹിയിലും, നാട്ടിലും ദുബായിലും വീടുള്ള ആളുകൾ ധാരാളം. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതും നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ആയിരിക്കെ ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. ഇത് ഞാനൊന്നും കൂടിയല്ല, അവരവിടെ പോയിട്ടുണ്ട്, എൻ്റെ കസിൻ അവിടെ പോയിട്ടുണ്ട് നിങ്ങളവിടെ ഉള്ള സമയത്ത് എന്ന് പറയുന്നത് പോലെ ഗതപദം തേ, വൈകുണ്ഠത്തിലുള്ള അങ്ങയെ കാണാൻ അവിടേക്ക് പോയി ഗിരിശനും ഗിരിജയും ഭൂതഗണങ്ങളും. സ്തുത്വാബ്രവീദഭിമതം ത്വമഥോ തിരോധാഃ. അഭിമതമായി എന്ന് വെച്ചാൽ ഏറ്റവും വേണ്ടപ്പെട്ട രീതിയിൽ, ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്തുത്വാ അബ്രവീൽ, സ്തുതിച്ചുകൊണ്ട്, അബ്രവീദിതം സ്തുതിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞു. എന്ത് പറഞ്ഞു? അഭിമതം, ഇഷ്ടപ്പെട്ട രീതിയിൽ പറഞ്ഞു. അതിനുശേഷം അങ്ങെന്ത് ചെയ്തു? ത്വമഥോ തിരോധാഃ, അതിനുശേഷം അവിടുന്ന് തിരോധാനം ചെയ്തു, അന്തർധാനം ചെയ്തു. ഇപ്പം വരാം എന്നും പറഞ്ഞു. അവിടെ ചെന്ന് കണ്ട് ബോധിപ്പിച്ചു എന്ന് വാസ്തവത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഈ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, താങ്കളുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കസിൻ പോയിട്ടുണ്ട് എന്ന് പറയണം. എന്താ നേരിട്ട് പറയുമ്പോൾ വന്നിട്ടുണ്ട് എന്നല്ലേ പറയേണ്ടത് എന്നാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഭാഷയാണ് സ്വതവേ പ്രയോഗിക്കുക. നമ്മൾ പറയണത് നാടൻ ഭാഷയിൽ വന്നിട്ടുണ്ട് എന്നാണ്. യോഷാവപുർദ്ധനുജമോഹനമാഹിതം തേ, അസുരന്മാരെ മോഹിപ്പിക്കാനായി അവിടുന്ന് എടുത്ത ആ യോഷാവപുസ് സ്ത്രീ ശരീരത്തെക്കുറിച്ച് കേട്ട് ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ, വിലോകന കുതൂഹലവാൻ, വിലോകന കുതുകിയായി കാണാനുള്ള ആഗ്രഹമുള്ളവനായിട്ട് മഹാദേവൻ മാറി. ഭൂതൈ സമം ഗിരിജയാ ചപഗതപദം തേ, ഗിരിജയോടും ഭൂതഗണങ്ങളോടും കൂടി അവിടുത്തെ പദത്തിലേക്ക് പോയി. സ്തുത്വാ ബ്രവീദഭിമതം ത്വമഥോ തിരോധാഃ, സ്തുതിച്ചതിന് ശേഷം തൻ്റെ ആഗ്രഹം അറിയിച്ചു. അവിടുന്ന് അന്തർധാനം ചെയ്തു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണ.